അതിപ്പോ രാഷ്ട്രീയ വിരോധം കോടതി തന്നെ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ അതിനെ അനുകൂലിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതില്. ആയിരിക്കുമല്ലോ, പിന്നെ തെളിവില്ലാതെ വരത്തില്ലല്ലോ. ഒരു കാര്യം ഇല്ലാതെ അങ്ങനെ വരത്തില്ലല്ലോ. ഇപ്പൊ അങ്ങേറ്റം കോടതി വരെയും ഇവരുടെ ഭരണാധികാരിയുടെ ചെൽപ്പടിയിലാണ് നിൽക്കണാണ്. ഇത് ഇവരുടെ വിജിലൻസ് വിഭാഗവും ഇന്റലിജൻസ് വിഭാഗം ഇവരെല്ലാം കൈകാര്യം ചെയ്യണം. അതിനെക്കുറിച്ച് നമ്മൾ എന്ത് പറയാനാണെന്ന് അത് മാത്തിക്കുഴൽനാടനല്ലേ അറിയാൻ പറ്റുള്ളൂ. അതിനെപ്പറ്റി മാസപ്പടി വിവാദത്തിൽ രേഖകൾ ഹാജരാക്കുന്നതിൽ കുഴൽനാടൻ പരാജയപ്പെട്ടെന്ന് വിജിലൻസ് കോടതി. മാത്യു കുഴൽനാടന്റെ ഹർജിയിലുള്ളത് ആരോപണങ്ങൾ മാത്രമാണെന്നും പ്രഥമദൃഷ്ടാ തെളിവില്ലെന്നുമാണ് കേസ് പരിഗണിച്ച കോടതി പറഞ്ഞത്. മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരെ മാത്രം അന്വേഷണം ആവശ്യപ്പെടുന്നതിൽ രാഷ്ട്രീയ പ്രേരിതം എന്ന വാദം ശക്തിപ്പെടുത്തുന്ന ഹർജിയാണെന്നാണ് വിജിലൻസ് കോടതി പറഞ്ഞത്. അങ്ങനെ മാത്യു കുഴൽനാടൻ നൽകിയ മാസപ്പടി വിവാദ ഹർജി കോടതി തള്ളി. വിജിലൻസ് എന്നത് മുഖ്യന്റെ കീഴിൽ ഉള്ളിടത്തോളം കാലം ഈ ഹർജിക്കൊക്കെ കൃത്യമായ വിധി ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? ജനങ്ങളുടെ പ്രതികരണം എന്താണെന്ന് ഈ വിഷയത്തിൽ നമുക്ക് ജനങ്ങളിൽ നിന്ന് തന്നെ അറിയാം. തെളിവില്ലാതല്ലേ അതിനെക്കുറിച്ച് നമ്മൾ എന്ത് പറയാനാ? അതിനെക്കുറിച്ച് നമ്മൾ എന്താ പറയാനാ? തെളിവില്ലാണ്ടല്ലേ തള്ളിപ്പോയത്. നശിപ്പിച്ചതായിരിക്കുമല്ലോ, പിന്നെ തെളിവില്ലാതെ വരത്തില്ലല്ലോ. ഒരു കാര്യം ഇല്ലാതെ അങ്ങനെ വരത്തില്ലല്ലോ. ആ കേസ് ഇന്നലെ തള്ളിപ്പോയിട്ടുണ്ടല്ലോ. അതിപ്പോ രാഷ്ട്രീയ വിരോധം കോടതി തന്നെ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ അതിനെ അനുകൂലിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതില്. ഇല്ലാണ്ട് ഒരു പോകെ ഉണ്ടാവില്ല. അതിനെപ്പറ്റി വിശദമായിട്ട് അന്വേഷണം നടത്തട്ടെ. നീ മാത്യു കുഴൽനാടന് ഇതിന് വലിയ കോടതിയിലേക്ക് പോകാമല്ല. നമുക്ക് എന്തെങ്കിലും ആവട്ടെ. അല്ല, സത്യം എന്നാലും പുറത്തു വരും. പിന്നെ ഇനിയിപ്പോ രണ്ടുകൂട്ടരും കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് വാശി മത്സരമായിട്ട് അവിടെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ കോടതി തന്നെ പറഞ്ഞത് രാഷ്ട്രീയ പകവക്കലുണ്ടെന്നുള്ളത്. അപ്പൊ ഇനി മേൽക്കോടതിയിൽ പോയി കണ്ട് എന്താ തീരുമാനം ഉണ്ടാവട്ടെ. അതിനെക്കുറിച്ച് നമ്മൾ എന്ത് പറയാനാണെന്ന് അത് മാത്തിക്കുഴൽനാടനല്ലേ അറിയാൻ പറ്റുള്ളൂ. അതിനെപ്പറ്റി നമ്മൾ അത്രയും ആധികാരികമായിട്ട് പോകാറില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പടിയെടുക്കുന്നു, ജീവിക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയാനില്ല. അത് കുഴൽനാടൻ്റെ ഇത് കൊടുത്തതിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകത്ത് ഒട്ടേറെ ദുരൂഹതകളുണ്ട്, ഒട്ടേറെ സംശയങ്ങളുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വിഭാഗത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങേറ്റം കോടതി വരെയും ഇവരുടെ ഭരണാധികാരിയുടെ ചെൽപ്പടിയിലാണ് നിൽക്കണാണ്. ഇത് ഇവരുടെ വിജിലൻസ് വിഭാഗവും ഇന്റലിജൻസ് വിഭാഗം ഇവരെല്ലാം കൈകാര്യം ചെയ്യണം. അവരുടെ ശരിയായ ഒരു ന്യായീകരണം, ഒരു നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല എന്നുള്ളതാണ് കേട്ടോ.